തോട്ടമേഖലയിൽ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മുൻ MLA എ കെ മണി അടക്കം ഇവിടെ ഒന്ന് ആദ്യത്തെ വോട്ട്, എല്ലാ വർഷവും പുള്ളി ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്താറുണ്ട്. ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയില്ലേ? ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തും. എല്ലാ വർഷവും ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തും. ഈ വർഷവും UDF-ന് വേണ്ടി വോട്ട് ചെയ്യും. വിജയപ്രതീക്ഷ അത് ആദ്യത്തെ വോട്ടല്ലേ, ആദ്യമായി ആദ്യത്തെ വോട്ടായതുകൊണ്ട് ആദ്യം വിജയിക്കും. ഉറപ്പല്ലേ? സ്ഥാനാർത്ഥി വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തില്ല. എനിക്ക് വേറെ വാർഡിലാണ് വോട്ട്. അത് നമ്മുടെ ബൂത്തിൽ, നമ്മുടെ വാർഡിൽ 7 മണിക്ക് തന്നെ കൃത്യമായിട്ട് പോളിംഗ് വളരെ ശുഭപ്രതീക്ഷയാണ്. കാലിലെ ആളുകളുടെ ഒഴുക്ക് കാണുന്നുണ്ട്. രാവിലെ തന്നെ UDF-ന് വൻ വിജയത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും അത്തരത്തിൽ വലിയ വിജയ പ്രതീക്ഷ തന്നെയാണ് UDF-നുള്ളത്. ടൗൺ സ്ഥാനാർത്ഥി സ്റ്റാലിനുണ്ട്. എങ്ങനെയുണ്ട്? വോട്ടൊക്കെ ചെയ്തോ? നല്ലൊരു പ്രതീക്ഷയാണ്. ടെൻഷൻ ഉണ്ടാകുമല്ലോ. ഈ പ്രാവശ്യം ഏതായാലും തിരിച്ചു പിടിക്കും ഈ വാർഡ്. എല്ലാവരുടെ പ്രത്യേകിച്ച് പാർട്ടി ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ വലിയ നേതാക്കന്മാരും, എല്ലാ പാർട്ടിയിലുള്ള നേതാക്കന്മാരും ഞങ്ങളുടെ പാരമ്പര്യം, എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യമൊക്കെ വെച്ച് എന്നെ അനുഗ്രഹിക്കും, എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ ജനങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും കയറി ചെന്നിട്ടുണ്ട്. അവർ നല്ലൊരു പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത് എനിക്ക്. അതുകൊണ്ട് വിജയ പ്രതീക്ഷ 100% ഉണ്ട് എനിക്ക്. പ്രചരണം 4ാം ഘട്ടമൊക്കെ കഴിഞ്ഞ് ഒരു 5ാം ഘട്ടം 6ാം ഘട്ടത്തിലേക്ക് പോയി. ഏതായാലും ഇന്ന് വിരൽത്തുമ്പിൽ വിധി നിർണ്ണയിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവരെയും വീട്ടിൽ ചെന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥികൾ തന്നെ രാവിലെ എത്തി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തണം എത്രയും പെട്ടെന്ന്. ഈ വിരൽത്തുമ്പിലെ വിജയം ആർക്കാണെന്നുള്ളൊരു ഇതൊക്കെയെല്ലാം ജനങ്ങൾ ഇങ്ങനെ വിധി എഴുതാൻ കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ടൗൺ സ്ഥാനാർത്ഥിയായി? വിജയം ഉറപ്പല്ലേ? 2 പ്രാവശ്യം ഞാൻ ജനപ്രതിയായിരുന്നപ്പോൾ ഈ നാട് നടത്തിയിട്ടുള്ള വികസനം വോട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ പര്യടനം എല്ലാം പൂർത്തി കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു വിധി ഇന്ന് എഴുതാൻ പോകുന്നു. അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടോ? ഇല്ല, ഒരിക്കലില്ല. ഞാൻ 2 തെരഞ്ഞെടുപ്പ് നേരിട്ട ആളാണ്. ഒരു ടെൻഷനും ഇല്ല. എന്ത് വന്നാലും അതിനെ ആ രീതിയിൽ നേരിടും. ടെൻഷനൊന്നുമില്ല, കുഴപ്പമില്ല. നല്ല പ്രതികരണമാണ് ആളുകളുടെ. പിന്നെ നമ്മളെല്ലാ സ്ഥലത്തും വീടാന്തരം 4 പഞ്ചായത്തിലും മാക്സിമം വീടാന്തരം കയറി ഇറങ്ങിയതാണ്. കുഴപ്പമില്ല, ആളുകൾ നല്ല പ്രതികരണം. വോട്ട് രേഖപ്പെടുത്തിയോ? ആദ്യത്തെ വോട്ട് ഞാൻ രേഖപ്പെടുത്തി വിജയം ഉറപ്പാക്കണോ? തീർച്ചയായിട്ടും. എൻ്റെ ബൂത്തിൽ ഹെൽത്ത് സെൻ്ററാണ്, പ്രൈമറി ഹെൽത്ത് സെൻ്റർ. അവിടെയാണ് എൻ്റെ വോട്ട്. അവിടെ ആദ്യത്തെ വോട്ട് എൻ്റെ വോട്ടായിരുന്നു. വിജയ പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായിട്ടും ജയിക്കും. വോട്ടൊക്കെ രേഖപ്പെടുത്തിയോ? വോട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടില്ല, ഇനി രേഖപ്പെടുത്തും. വലിയ വിജയ പ്രതീക്ഷയാണ്. അതെ, 100% നമ്മൾ BJP പിടിക്കും, വാർഡ് പിടിക്കും. ഏതായാലും അത്തരത്തിൽ തന്നെയാണ്. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ വിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള സ്ഥാനാർത്ഥികളും ഉള്ളത്. ഏതായാലും കാത്തിരുന്ന് കാണാം. തോട്ടമേഖലയിൽ രാവിലെ തന്നെ എല്ലാ ബൂത്തുകളിലും തന്നെ ആളുകൾ എത്തി തുടങ്ങി. തണുപ്പ് അധികമുണ്ടെങ്കിൽ തന്നെയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി തങ്ങളുടെ വിധി എഴുതി കഴിഞ്ഞ ശേഷം തങ്ങൾ ബാക്കിയുള്ള ജോലികൾക്ക് പോകാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ്. ഏതായാലും ഇന്ന് പല ബൂത്തുകളിലായി തന്നെ വിവിധ പോലീസ് സ്റ്റേഷനിലും പോലീസുകളുടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തി പോകാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആളുകളുടെ ഒരു തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് ചില ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന വിവരം.